ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. വളരെ ദാരുണമായൊരു വാർത്തയാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് ഇന്നലെ പുറത്തു വന്നത്. ഷഹാന എന്ന 19 വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയുമാണെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഈ വിഷയങ്ങൾ ഒരുപാട് ചർച്ചകൾ മുഖ്യധാര പത്രങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എൻ്റെ ചില സംശയങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പെൺകുട്ടിയെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു കാര്യമായിട്ട് പറയുന്നത് നിറത്തിൻ്റെ കാര്യമാണ്. നിറത്തെപ്പറ്റി അധിക്ഷേപിച്ച് ഈ പെൺകുട്ടിക്ക് പിന്നീട് വെയിലത്ത് ഇറങ്ങുന്നത് പോലും ഇഷ്ടമില്ലാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഏതുമാവട്ടെ, ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം, പൊതുവേ ഏതൊരാളും കല്യാണം കഴിക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം ഒരു സങ്കല്പം ഉണ്ടാവും. ആ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരാളെയാണ് അവർ പ്രതീക്ഷിക്കുക. അങ്ങനെയാണ് അവർ നോക്കുക. അങ്ങനെ അവസാനം നോക്കി അവർക്ക് സംതൃപ്തി അടഞ്ഞ സമയത്താണ് അവർ കല്യാണത്തിന് സമ്മതിക്കുക. ദെൻ ചില കേസിലെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന ഒരു നിറം പിന്നീട് ഇല്ല എന്ന് തോന്നും, അല്ലെങ്കിൽ ആ ഒരു ഫെയർനെസ്, ആ സൗന്ദര്യം ഇല്ല എന്ന് തോന്നും. പക്ഷേ ഇവിടെ സാധാരണ ഒരു മനുഷ്യൻ എന്താ ചെയ്യുക? സാധാരണ ഒരു മനുഷ്യൻ ഞാൻ കല്യാണം കഴിഞ്ഞ സ്ത്രീയാണ്, ഞാൻ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണ് എന്ന ലെവലിൽ അത് അംഗീകരിക്കും, അതിനെ ഉൾക്കൊള്ളും. തൻ്റെ ഭാര്യയാണ്, അവൾ കുറച്ച് നിറം കുറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അംഗീകരിക്കും. പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മളെ കൂട്ടത്തിൽ നമ്മളെ സുഹൃത്തുക്കൾ പല രീതിയിലുണ്ടാവും, പല രൂപത്തിലും, പല കളറിലും, പല ഭാവങ്ങളിലുണ്ടാവും. ഒരു ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിലൊക്കെ നമുക്ക് അവരുടെ കമ്പനി കൂടാൻ ചില താല്പര്യക്കുറവുണ്ടാവും. പക്ഷേ അവരോട് കൂടുതൽ ഇടപഴകുന്ന സമയത്ത് നമുക്ക് അവരുടെ നിറം ഒരു വിഷയമേ അല്ല, കളർ ഒന്നും നമുക്ക് വിഷയമല്ല. എന്തുകൊണ്ട്? നമുക്കൊരു അടുപ്പം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവഗണിക്കും. ഇത് തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ ഒരു കളറോ ഒന്നുമില്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് കുറച്ച് ഇൻറ്റിമസി വരുമ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്തള്ളും. പക്ഷേ ചില ആൾക്കാർ മാത്രം, ഈ പറഞ്ഞ ഹസ്ബൻഡ് ഇയാൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ചില ആൾക്കാർ മാത്രം ഇതിൽ കടിച്ചു തൂങ്ങും. അതായത് അതിൻ്റെ പിന്നിൽ നിരന്തരം കുറ്റപ്പെടുത്തലുകൾ നടത്തും. അപ്പം ഞാൻ പൊതുവേ പറയാം, നമ്മൾ ഒരുപാട് നാസിസ്റ്റ് വീഡിയോ ചെയ്ത ആൾക്കാരാണ്. നിങ്ങൾ നാസിസ്റ്റ് എന്ന ടേം കേൾക്കുമ്പോൾ തന്നെ ഞെട്ടണ്ട, അല്ലെങ്കിൽ എല്ലാത്തിനും അതിലേക്ക് കെട്ടിയിടുന്നതെന്ന് തോന്നണ്ട. നാസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരെന്നർത്ഥം. എപ്പോഴും സ്വാർത്ഥത അവരുടെ കൂടെ പുറപ്പായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, ഈ നാസിസ്റ്റ് ട്രൈറ്റ് ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് വളരെയധികം വിഷയമായിട്ട് തോന്നും. അവരാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിക്കുന്ന ഒരു ഫെയർനെസ്സോ ഒരു സൗന്ദര്യം ഇല്ലെങ്കിൽ അവർ അപ്സെറ്റാവും. ആ അപ്സെറ്റ്നെസ് പോവില്ല, ഒരിക്കലും അവർക്ക് മിങ്കിളാവാൻ പറ്റൂല. മാത്രവുമല്ല, അവർക്ക് മറ്റുള്ളൊരു ഭാഗത്ത് ചിന്തിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മളൊരാളെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഒരു കളിയാക്കുമ്പോൾ അവരുടെ മുഖത്തൊരു വിഷമമോ കരച്ചിലോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പറയൂല. എന്തുകൊണ്ട്? നമ്മളേറ്റവും വേണ്ടപ്പെട്ടവരാണ്, അവരെ ഹേർട്ട് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ല. അത് സാധാരണ എല്ലാവരുടെ അവസ്ഥയാണ്. പക്ഷേ ഇവരവസ്ഥ അങ്ങനെയല്ല. ഇത് പറയുമ്പോൾ മറ്റാൾക്കത് വിഷമം ഉണ്ടാകുന്നുണ്ട്, കരയുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ കൂടുതൽ അത് പറയും, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറയുമ്പോൾ ആ കരച്ചിൽ കേൾക്കുമ്പോൾ ഇവർക്കൊരു സുഖം കിട്ടും. ഞാൻ ഈ അടുത്ത് ഒരു സ്ത്രീ പറഞ്ഞ പരാതി കേട്ടിരുന്നു. ആ സ്ത്രീ എന്നോട് പറഞ്ഞത്, എൻ്റെ ഹസ്ബൻഡ് എന്നെ മത്തങ്ങ തല എന്ന് പറഞ്ഞ് കളിയാക്കും, നിരന്തരം കളിയാക്കും. അങ്ങനെ ഈ സംഭവം ഈ പെൺകുട്ടി ഹസ്ബൻഡിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത്, അത് ഞാൻ തമാശക്ക് പറഞ്ഞതാണെന്ന്. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ തമാശക്ക് അങ്ങനെ പറയൂലേന്ന് തോന്നും. പക്ഷേ ഇയാൾ പറയുന്ന രീതിയും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവൾ റിയാക്ട് ചെയ്യും. ചില സമയത്ത് ഇവൾ എന്ത് ചെയ്യും? മിണ്ടാതിരിക്കും. അങ്ങനെ മിണ്ടാതിരുന്ന് കിച്ചണിലൊക്കെ മുറ്റ പോയി കഴിഞ്ഞാൽ പിന്നാലെ പോയിട്ട് മത്തങ്ങ തല നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായല്ലോ? അതായത് വേദനിപ്പിക്കുക, അവഹേളിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിൽ സുഖം കണ്ടെത്തുക എന്നുള്ളത് ഇവരുടെ ശൈലിയാണ്. അപ്പോൾ ഈ കേസിലൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നലുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നിറത്തിൻ്റെ പേരിലൊക്കെ നിരന്തരം കളിയാക്കുക, അത് കേട്ട് പെൺകുട്ടി പുറത്തിറങ്ങാതിരിക്കുക, കേൾക്കുമ്പോൾ അതൊരു അവഹേളനായിട്ട് അത്രയും ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടാവും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എന്നെ സ്ട്രൈക്ക് ചെയ്തത് ഇവിടെ ഹസ്ബൻഡിൻ്റെ ഉമ്മ പറഞ്ഞ ചില പരാമർശങ്ങളാണ്. ഞാനിവിടെ പറയുന്നത് വാർത്താമാധ്യമങ്ങൾ ഉദ്ധരിച്ചിട്ടാണ്, അതങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷേ അവിടെ പറയുന്ന രീതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളാണ്. ഭർത്താവിൻ്റെ ഉമ്മ പറയുന്നത്, നിനക്ക് വേറെ കെട്ടിക്കൂടെ, നീ എന്തിനാണ് ഇതിൽ തന്നെ കടിച്ചു തൂങ്ങുന്നതെന്ന്. ആക്ച്വലി ഇങ്ങനൊരു ഡയലോഗ് പൊതുവെ വരിക കൊവേർട്ട് നാർസിസ്റ്റിൻ്റെ അടുത്താണ്. ഇൻഡയറക്റ്റായിട്ട് പറയാം. ഡയറക്റ്റ് ഉദാഹരണം പറയാം, ഇവിടെ എന്താണ്
ഈ പെണ്ണിൻ്റെ തെറ്റ്, പെണ്ണിൻ്റെ മിസ്റ്റേക്ക് എന്താണ് എന്നൊന്നും ഇവർക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഒഴിവാക്കും വേണം. ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുരുട്ട് ന്യായങ്ങൾ പറയാം. ഇതിൽ കോവേർട്ട് നാർസിസിസ്റ്റിൻ്റെ പ്രത്യേകതയാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ കല്യാണം കഴിഞ്ഞ് 20 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇയാളുടെ ചിന്ത മാറുന്ന സമയത്ത്, ആറ്റിറ്റ്യൂഡ് മാറുന്ന സമയത്ത് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് ഈ ഉമ്മയാണ്. ഉമ്മ ഇത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇയാൾ ചെയ്യുന്ന തെണ്ടിത്തരത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൊതുവെ ഒരു കവേർട്ട് നാർസിസിൻ്റെ പ്രത്യേകതയാണ്. എന്ത് ചെയ്താലും അവർ സപ്പോർട്ട് ചെയ്യും. അവരെ വേണ്ടപ്പെട്ടവർ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും. അതിനെ ന്യായീകരിക്കും, അതിനെ വളച്ചൊടിക്കും. ആക്ച്വലി സ്വന്തം മകനോട് ചോദിക്കാം, എന്താ മോനെ ഒരു കാരണമില്ലാതെ ഒരു പെണ്ണിനെ ഇങ്ങനെ വേദനിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? നീ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ആലോചിച്ചതല്ലേ, നിറക്കെ നീ കണ്ടതല്ലേ, എന്നിട്ടും നീ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കേണ്ടവരാണ് അവർ. പക്ഷെ അവർ ചോദിക്കൂല. എന്തുകൊണ്ട്? അവരാണ് ഈ ചെറുപ്പക്കാരനെ ഈ കോലത്തിൽ വളർത്തിയെടുത്തത്. അതായത് ഇപ്പോൾ ഉള്ള ലെവലിലേക്ക് ഇങ്ങനെ അവഹേളിക്കുന്ന, ഇങ്ങനെ ആക്ഷേപിക്കുന്ന ലെവലിലേക്ക് വളർത്തിയെടുത്തത് അവരാണ്. അപ്പോൾ അവരെന്തായാലും ആ രീതിയിലുള്ള ചോദ്യങ്ങളെ ചോദിക്കും. ഇനി പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. ഇതിൽ പല ആൾക്കാരും ചോദിക്കുന്നത് കണ്ടു, എന്തിനാണ് ആ ചെറുപ്പക്കാരനെ കടിച്ച് തൂങ്ങുന്നത്, ഇവൾക്ക് ഇട്ട് പോയിക്കൂടായിരുന്നോ എന്ന്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ട്രോമ ബോണ്ടിങ്. അതായത് ചില ആൾക്കാർ നമ്മൾ ശക്തമായി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ആദ്യം അവർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇഷ്ടപ്പെട്ടതിന് ശേഷം ഇവർ എത്ര ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാലും ആ ബന്ധത്തിൽ നിന്ന് പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ പെൺകുട്ടി കാല് പിടിച്ച് എന്നെ ഒഴിവാക്കാൻ പറയരുതേ ഉമ്മ എന്ന് പറഞ്ഞത്. ഒരിക്കലും അവർക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. അത് എങ്ങനെ ഉപദ്രവിച്ചാലും, എങ്ങനെ അവഹേളിച്ചാലും, അടിച്ചാലും, കൊന്നാൽ പോലും അവർക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അവസാനം അവർക്ക് പറ്റുന്ന ഏക വഴി അത് ആത്മഹത്യയാണ്. എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടി അങ്ങനെ ആത്മഹത്യ സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. ആക്ച്വലി ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പെൺകുട്ടി ആദ്യകാലത്തൊന്നും, തുടക്കത്തിലൊന്നും ഇവനെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല എന്ന്. എന്തുകൊണ്ട്? മാക്സിമം അവർ തന്നെ പരിഹരിക്കാൻ നോക്കും. ഈ ട്രോമ ബോണ്ടിങ്ങിൻ്റെ പ്രത്യേകതയാണ്, അവർ തന്നെ പരിഹരിക്കാൻ നോക്കും. പിന്നെ അവരുടെ പ്രവർത്തനം കണ്ട്, അവരുടെ ശൈലി കണ്ട്, അവരുടെ ബിഹേവിയർ കണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കും എന്തോ കാര്യമായി പ്രശ്നമുണ്ട്. അങ്ങനെ കുത്തി ചോദിക്കുമ്പോഴാണ് പല ആൾക്കാരും തുറന്നു പറയുക. എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടിയുടെ കാര്യത്തിലും അങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലായതായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും 100% ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കിട്ടിയ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എന്നിരുന്നാലും ഞാനിത് പറയാനുള്ളൊരു കാരണമുണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മളെ കുടുംബത്തിലെ ചുറ്റുവട്ടത്തിലുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. പ്രത്യേകിച്ച് ഒരു നാർസിസ്റ്റ് എലമെൻ്റ് ഉണ്ടോ എന്നുള്ളതും, ഇവർക്ക് എന്തെങ്കിലും കാര്യമായ പ്രശ്നമുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായി നോക്കണം. എന്നിട്ട് അതിന് ശക്തമായ പരിഹാരം എടുക്കണം. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ മനോരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനോരോഗത്തിനൊന്നും കോടതിയിൽ ഇളവൊന്നുമില്ല. സൈക്കോപാത്ത് ഒരുപാട് ആൾക്കാരെ കൊല്ലുന്നവരൊന്നും കോടതി വെറുതെ വിടൂല. അതുകൊണ്ട് തന്നെ നാർസിസ്റ്റായ ആൾക്കാർ ഒരുപാട് പേരെ ദ്രോഹിക്കുന്നവരാണ്. അവർക്ക് കോടതി ഇളവൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ ചില ആൾക്കാരും ചിന്തിക്കേണ്ട, അയാളെ മനോരോഗിയാക്കി രക്ഷപ്പെടുത്താനാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. ഇത് 100% ശരിയാണെന്ന് അഭിപ്രായമില്ല. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാം. വീണ്ടും കാണാം. നന്ദി.